കനത്ത കാറ്റിലും മഴയിലും എടയന്നൂർ കോയോട്ടുമൂല മേഖലയിൽ വ്യാപക നാശം. നിരവധി വീടുകളുടെ മേൽക്കൂരയ്ക്ക് കേടുപാട് സംഭവിച്ചു. ഒട്ടേറെ മരങ്ങളും കടപുഴകി വീണു. ബുധനാഴ്ച പുലർച്ചെയാണ് പ്രദേശത്ത് ശക്തമായ കാറ്റും മഴയും ഉണ്ടായത്. ശക്തമായി വീശിയടിച്ച കാറ്റിൽ നിരവധി വീടുകളുടെ മേൽക്കൂരയിലെ ഓടുകളും ഷീറ്റുകളും ഇളകി പറന്നു. ചില വീടുകളുടെ മേൽക്കൂരയുടെ ഭാഗങ്ങൾ പൂർണ്ണമായും തകർന്നതിനെ തുടർന്ന് മഴവെള്ളം വീട്ടിനുള്ളിലേക്ക് കയറി വീട്ടുപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. പി പ്രദീപന്റെ വീടിന്റെ മേൽക്കൂര ഇളകിപ്പറന്ന് പറമ്പിലേക്ക് വീഴുകയായിരുന്നു. ഇതോടെ വീടിന്റെ ഉൾഭാഗം പൂർണ്ണമായും തുറന്ന നിലയിലായി. മഴവെള്ളം കയറിയതിനെ തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന നിരവധി സാധനങ്ങൾ നശിച്ചു. നാട്ടുകാർ സ്ഥലത്തെത്തി വീടിന് മുകളിൽ താൽക്കാലികമായി ടാർപോളിൻ ഷീറ്റ് വിരിച്ചു. ഈ ഒച്ച കേട്ടിങ്ങനെ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ഇങ്ങനെ ഈ സ്ഥിതിയിൽ കാണുന്നത്. ഭയങ്കര ഒച്ചയും ബഹളും. നമ്മൾ എന്നാ വേണ്ട രീതിയായിട്ട് അങ്ങനെ ആദ്യം കുറച്ചൊന്നും തുറന്നില്ല. എന്താ ഒച്ചയും ബഹളം ഇങ്ങനെ കേട്ടിട്ട് ഇപ്പോൾ ഈ തുറന്നു നോക്കുമ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയാണ് കാണുന്നത്. നമ്മളെപ്പാട് പഞ്ചായത്തിന് ആൾക്കാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. മെമ്പറെ കണ്ട് മെമ്പറോട് പറഞ്ഞ് മെമ്പറിലൂടെ വന്നിട്ടുണ്ട്. നാശങ്ങൾ പിന്നെ വീടിന് മേൽക്കൂര കംപ്ലീറ്റ് പിന്നെ പോയി. പിന്നെ അപ്പുറത്ത് മരങ്ങളെല്ലാം കടപുഴകി വീണിട്ടുണ്ട്. ഇവിടെ ഒരു അഞ്ചാറ് വീടുകൾക്ക് ഇവിടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിലെ വീടുകളും മാറിയിട്ടുണ്ട്. ഇപ്പുറത്തെ വീട്ടിൽ മരം പൊട്ടി പോയിട്ടുണ്ട്. ഈ മേഖലയിലെ 8ഓളം വീടുകൾക്കാണ് കാറ്റിലും മഴയിലും നാശനഷ്ടമുണ്ടായത്. വീടുകളുടെ മേൽക്കൂരയിലെ ഓടുകൾ കാറ്റിൽ പറന്നു വീണതിനെ തുടർന്ന് സമീപത്തുണ്ടായിരുന്ന വാഹനത്തിന് കേടുപാട് സംഭവിച്ചു. പ്രദേശത്തെ പല ഭാഗങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു. നാട്ടുകാർ ചേർന്ന് റോഡിലേക്ക് വീണ മരങ്ങൾ നീക്കം ചെയ്തു. ചില വൈദ്യുത പോസ്റ്റുകൾ തകർന്നു വീണതിനാൽ ഇവിടെ വൈദ്യുത ബന്ധം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.